PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോപ്പറേറ്റീവ് ലോയുടെ ഭാഗത്തു നിന്നുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. 75 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, KCS rules came into force on KCS rules came into force on KCS റൂൾസ് ചട്ടങ്ങൾ നിലവിൽ വന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. എപ്പോഴാണ്? 1969 ജൂലൈ 14. ക്വസ്റ്റ്യൻ നല്ലപോലെ നോക്കണം. KCS ആക്ട് അല്ല, KCS റൂൾസ് നിലവിൽ വന്നത് 1969 ജൂലൈ 14 KCS ആക്ട് നിലവിൽ വന്നത് 1969 മെയ് 15 രണ്ടാമത്തെ ചോദ്യം, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ലിസ്റ്റഡ് ഇൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ലിസ്റ്റഡ് ഇൻ ഉത്തരം ഷെഡ്യൂൾ 2. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? ഷെഡ്യൂൾ 2. നമുക്കറിയാം KCS ആക്ടിന് 3 ഷെഡ്യൂളുകളുണ്ട്. ഒന്നാമത്തെ ഷെഡ്യൂളിൽ എന്താണ് പറയുന്നത്? ലിസ്റ്റ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ് ടു വിച്ച് അപ്പോയിൻമെൻറ്റ്സ് ആർ ഡൺ ബൈ PSC വഴി അപ്പോയിൻമെൻറ്റ് നടക്കുന്ന സെൻട്രൽ സൊസൈറ്റീസിൻ്റെയും അപ്പെക്സ് സൊസൈറ്റീസിൻ്റെയും ലിസ്റ്റാണ് ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഷെഡ്യൂൾ 3 പറയുന്നത് മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ടൈം ലിമിറ്റാണ്. അടുത്ത ചോദ്യം, വേരിയസ് ഫോംസ് അണ്ടർ KCS ആക്ട് ആൻഡ് റൂൾസ് ആർ ഡെൽറ്റ് വിത്തിൻ വേരിയസ് ഫോംസ് അണ്ടർ KCS ആക്ട് ആൻഡ് റൂൾസ് ആർ ഡെൽറ്റ് വിത്തിൻ ഉത്തരം അപ്പൻഡിക്സ് 2. KCS ആക്റ്റും റൂളുമായി ബന്ധപ്പെട്ട ഫോമുകളെല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പൻഡിക്സ് 2. KCS ആക്ടിന് 3 ഷെഡ്യൂളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ KCS റൂൾസിന് 3 അപ്പൻഡിക്സുകളുണ്ട്. അപ്പൻഡിക്സ് 1 പറയുന്നത് രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻ ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പൻഡിക്സ് 2 വേരിയസ് ഫോംസ്. അപ്പൻഡിക്സ് 3 സൊസൈറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. അപ്പം ഫോംസിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പൻഡിക്സ് 2 നിലവിൽ 39 ഫോംസാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഓഫ് ഡാഷ് ഈസ് ടു അണ്ടർടേക്ക് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ടു പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഓഫ് ഡാഷ് ഈസ് ടു അണ്ടർടേക്ക് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ടു പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ് ഉത്തരം പാക്സ്. പാക്സ് മീൻസ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. പാക്സിൻ്റെ ഒബ്ജക്റ്റാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആക്ടിവിറ്റീസിന്, അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് ലോണ് കൊടുക്കുക എന്നുള്ളത് പാക്സിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റാണ്. അടുത്തത്, ഹൂ വാസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഓഫ് കേരള? ഹൂ വാസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഓഫ് കേരള? ഉത്തരം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ആദ്യത്തെ സഹകരണ മന്ത്രിയും ജോസഫ് മുണ്ടശ്ശേരിയാണ്. ആദ്യത്തെ വനിതാ സഹകരണ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം M. കമലമാണ്. അതുപോലെ KCS ആക്ട് നിലവിൽ വരുന്ന സമയത്ത് കോർപ്പറേഷൻ മിനിസ്റ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം PR കുറുപ്പാണ്. ഹൂ വാസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഓഫ് കേരള? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. KCS Amendment Act 2023 is enacted in the dash year of Republic of India. KCS Amendment Act 2023 is enacted in the dash year of Republic of India. ഉത്തരം 74th 74th റിപ്പബ്ലിക് ഇയറിലാണ് KCS Amendment Act 2023 നിലവിൽ വന്നത്. KCS Amendment 2023 officially published in KCS Amendment Act 2023 officially published in ഉത്തരം 7th June 2024. 2024 ജൂൺ 7 KCS Amendment Act 2023 ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തത്. ഗവർണറുടെ അനുമതി ലഭിക്കുന്നത് 2024 ഏപ്രിൽ 26 74th റിപ്പബ്ലിക് ഇയറിലാണ് KCS Amendment Act 2023 നിലവിൽ വരുന്നത്. അടുത്തത്, സെക്ഷൻ 2 സബ്സെക്ഷൻ QBA ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 2 സബ്സെക്ഷൻ QBA ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത്
ഉത്തരം സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സെക്ഷൻ 2 സബ്സെക്ഷൻ QBA ഇത് KCS അമെൻമെൻറ്റ് ആക്ട് 2023 അനുസരിച്ച് കൂട്ടിച്ചേർത്ത ഒരു സബ്സെക്ഷനാണ് സാമൂഹ്യ സഹകരണ സംഘങ്ങൾ. സെക്ഷൻ 2 സബ്സെക്ഷൻ QBA ഇതിൽ വരുന്നത് ഭിന്നശേഷിക്കാർ, പ്രായമായവർ, ട്രാൻസ്ജെൻഡറുകൾ, വിഷാദം ബാധിച്ച ആളുകൾ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ പോലെയുള്ള സാമൂഹിക വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി രൂപീകരിച്ച പ്രാഥമിക സഹകരണ സംഘങ്ങളാണ് സാമൂഹ്യ സഹകരണ സംഘങ്ങൾ. An application for registration of a society shall be disposed of by the registrar within dash days from the date of receipt of the application. An application for registration of a society shall be disposed of by the registrar within dash days from the date of receipt of the application. ഉത്തരം 60 days. നേരത്തെ 90 ദിവസമായിരുന്നു, ഇപ്പോൾ 60 ദിവസമാണ്. KCS അമെൻമെൻറ്റ് ആക്ട് 2023 പ്രകാരം രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിലാണ് രജിസ്ട്രാർ അതിനൊരു തീരുമാനം എടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഷുഡ് ബി സൈൻഡ് ബൈ ഡാഷ്. ആപ്ലിക്കേഷൻ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഷുഡ് ബി സൈൻഡ് ബൈ ഡാഷ്. ഉത്തരം സെക്രട്ടറി ആൻഡ് 2 members ഓഫ് ദ കമ്മിറ്റി. ബൈലോ അമെൻമെൻറ്റിനുള്ള ആപ്ലിക്കേഷൻ സൈൻ ചെയ്യേണ്ടത് സെക്രട്ടറിയും കമ്മിറ്റിയിലെ 2 മെമ്പേഴ്സുമാണ്. ബൈലോ അമെൻഡ് ചെയ്യുന്നതിന് 2/3 മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാവണം. റെസൊല്യൂഷൻ്റെ കോപ്പി വെച്ച് ആ ഒരു ഡേറ്റ് മുതൽ 1 monthനുള്ളിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യേണ്ടത് സെക്രട്ടറിയും കമ്മിറ്റിയിലെ 2 മെമ്പേഴ്സുമാണ്. ബൈലോ അമെൻമെൻറ്റിന് ഡ്രാഫ്റ്റഡ് ബൈലോയുടെ എത്ര കോപ്പി വെക്കണം എന്ന് ചോദിച്ചാൽ ഉത്തരം 4 രജിസ്ട്രേഷന് ഡ്രാഫ്റ്റഡ് ബൈലോയുടെ 3 കോപ്പിയും ബൈലോ അമെൻഡ് ചെയ്യുന്നതിന് ഡ്രാഫ്റ്റഡ് ബൈലോയുടെ 4 കോപ്പിയുമാണ് എൻക്ലോസ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ് ആസ് പെർ സെക്ഷൻ ഡാഷ് ആൻഡ് റൂൾ ഡാഷ്. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ് ആസ് പെർ സെക്ഷൻ ഡാഷ് ആൻഡ് റൂൾ ഡാഷ്. ഉത്തരം സെക്ഷൻ 8(2) റൂൾ 4A. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഫോം നമ്പർ 3-ലാണ്. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഫോം നമ്പർ 3A-യിലാണ്. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള സെക്ഷനാണ് 8(2) റൂൾ 4A. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8-ഉം ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 8(2)ലുമാണ്. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്ന റൂൾ 4A. On receipt of an order of refusal of registration, the chief promoter can make an appeal before. On receipt of an order of refusal of registration, the chief promoter can make an appeal before. ഉത്തരം രജിസ്ട്രാർ ഓർ ഗവൺമെൻറ്. രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പീൽ കൊടുക്കേണ്ടത് രജിസ്ട്രാർക്കോ ഗവൺമെൻറ്റിനോ ആണ്. From the date of receipt of application for affiliation, it shall be disposed by the apex or central society within. From the date of receipt of application for affiliation, it shall be disposed by the apex or central society within. ഉത്തരം 45 days. നേരത്തെ 60 ദിവസമായിരുന്നു. അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ സൊസൈറ്റിയും അപ്പെക്സ് സൊസൈറ്റിയും അതിന് തീരുമാനമെടുക്കേണ്ടത് 45 ദിവസത്തിനുള്ളിലാണ്. 45 ദിവസത്തിനുള്ളിൽ ഒരു ഓർഡറും വന്നിട്ടില്ല എങ്കിൽ ഈ കൺസേൺ സൊസൈറ്റിക്ക് അഫിലിയേഷൻ കിട്ടിയെന്നാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ഇറ്റ് ഷാൽ ബി ഡിസ്പോസ്ഡ് ബൈ ദ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി വിത്തിൻ 45 days. ശ്രദ്ധിക്കണം, 2023 അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് ഇത് 45 ദിവസത്തിനുള്ളിലാക്കിയത്. നേരത്തെ 60 ദിവസമായിരുന്നു. അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 31-ലാണ്. കോറം ഓഫ് കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി. കോറം ഓഫ് കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി. ഉത്തരം ജസ്റ്റ് എബവ് 50%. ഒരു മാനേജിംഗ് കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ കോറം എന്ന് പറയുന്നത് ജസ്റ്റ് എബവ് 50% ആണ്. സെക്ഷൻ 28 സബ്സെക്ഷൻ 5-ലാണ് മാനേജിംഗ് കമ്മിറ്റിയുടെ കോറത്തിനെ കുറിച്ച് പറയുന്നത്. A member can transfer his shares only after dash years. A member can transfer his shares only after dash years.
ഉത്തരം 3 years. ഒരു മെമ്പർക്ക് അയാളുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ മിനിമം 3 വർഷം കഴിയണം. അതുപോലെ തന്നെയാണ് വിത്ഡ്രോവലിൻ്റെ കേസും 3 വർഷം കഴിഞ്ഞ് മാത്രമേ വിത്ഡ്രോ ചെയ്യാനും കഴിയുകയുള്ളൂ. റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് പറയുന്നത് സെക്ഷൻ 23-ലും റെസ്ട്രിക്ഷൻ ഓൺ വിത്ഡ്രോവൽ ഓഫ് ഷെയർസ് പറയുന്നത് സെക്ഷൻ 24-ലുമാണ്. റൂൾ 16A ഡീൽസ് വിത്ത് ഉത്തരം ഐഡൻറ്റിറ്റി കാർഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡൻറ്റിറ്റി കാർഡിനെ കുറിച്ച് പറയുന്ന റൂളാണ് 16A. റൂൾ 16 എന്താണ് പറയുന്നത്? മെമ്പർഷിപ്പ് എടുക്കുന്നതിനുള്ള കണ്ടീഷൻസ് ആണ്. റൂൾ 16 ഡീൽസ് വിത്ത് കണ്ടീഷൻ ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഓഫ് മെമ്പർഷിപ്പ്. റൂൾ 16A ഐഡൻറ്റിറ്റി കാർഡ്. 16Bയിൽ പറയുന്നത് ഐഡൻറ്റിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ്. റൂൾ 16C ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡ്. 16Dയിൽ അപ്പീൽ ഇഫ് എനി സൊസൈറ്റി റെഫ്യൂസസ് ടു ഇഷ്യൂ ഐഡൻറ്റിറ്റി കാർഡ്. ഇതാണ് റൂൾ 16A, 16B, 16C, 16D. 16E പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റീസ്. അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് റൂൾ 16E പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ 16E ഡീൽസ് വിത്ത് ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 31-ലാണ്. പ്രൈമറി സൊസൈറ്റി ആണെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയിലേക്കും സെൻട്രൽ സൊസൈറ്റികൾ അപ്പെക്സ് സൊസൈറ്റിയിലേക്കും രജിസ്ട്രേഷൻ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അഫിലിയേറ്റ് ചെയ്യണം. ഈ അഫിലിയേഷൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 16E. അടുത്ത ചോദ്യം, ഐഡൻറ്റിറ്റി കാർഡ് ഈസ് ഇഷ്യൂഡ് ഇൻ ഉത്തരം ഫോം നമ്പർ 6A. ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 6Aയിലാണ്. 6Bയിൽ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ അക്നോളജ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. അത് സൊസൈറ്റിയാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പം ഫോം നമ്പർ 6Aയിലാണ് ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോം നമ്പർ 3-ൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. 3Aയിൽ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഫോം നമ്പർ 6Aയിൽ ഐഡൻറ്റിറ്റി കാർഡ്. അടുത്ത ചോദ്യം, വോട്ടിംഗ് ഡീൽസ് ഇൻ സെക്ഷൻ ഡാഷ് ആൻഡ് റൂൾ ഡാഷ്. വോട്ടിംഗ് ഡീൽസ് ഇൻ സെക്ഷൻ ഡാഷ് ആൻഡ് റൂൾ ഡാഷ്. ഉത്തരം സെക്ഷൻ 20 ആൻഡ് റൂൾ 19. വോട്ടിങ്ങിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 20-ലും റൂൾ 19-ലും ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ വോട്ട് എങ്ങനെയായിരിക്കും? 1 man 1 vote. ഒരു വ്യക്തിക്ക് ഒരു വോട്ട്. ആ ഒരു പ്രിൻസിപ്പിളിലാണ് വോട്ടിംഗ് നടത്തുന്നത്. മാനർ ഓഫ് എക്സസൈസിങ് വോട്ടിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 21-ലാണ്. അതിൽ പ്രോക്സി ഈസ് നോട്ട് അലൗഡ് എന്ന് പറയുന്നു. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രോക്സി ഈസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 21-ലാണ്. സെക്ഷൻ 20-ൽ വോട്ട് ഓഫ് മെമ്പേഴ്സ്. സെക്ഷൻ 21 മാനർ ഓഫ് എക്സസൈസിങ് വോട്ട്. വോട്ടിങ്ങിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 19. അടുത്ത ചോദ്യം, ദ കോമ്പീറ്റൻറ്റ് അതോറിറ്റി ടു സൈൻ ഡോക്യുമെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ഓർ ഇൻ ദ നെയിം ഓഫ് ദ സൊസൈറ്റി. ദ കോമ്പീറ്റൻറ്റ് അതോറിറ്റി ടു സൈൻ ഡോക്യുമെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ഓർ ഇൻ ദ നെയിം ഓഫ് ദ സൊസൈറ്റി. ഉത്തരം സെക്രട്ടറി. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സിലൊക്കെ സൈൻ ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ചീഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. The conditions for the admission of membership to attain the age of 18 is not applicable in the case of dash society. The condition for the admission of membership to attain the age of 18 is not applicable in the case of dash society. ഉത്തരം സ്കൂൾ ഓർ കോളേജ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവണമെങ്കിൽ മിനിമം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഈ ഒരു നിബന്ധന ബാധകമല്ലാത്തത് സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കാണ്. അതായത് സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് 18 വയസ്സിൽ താഴെയുള്ളവർക്കും മെമ്പർ ആവാം. അടുത്ത ചോദ്യം, ഹോസ്പിറ്റൽ സൊസൈറ്റി മേ അഡ്മിറ്റ് എനി അതർ സൊസൈറ്റി ആസ് എ ഡാഷ് മെമ്പർ. ഹോസ്പിറ്റൽ സൊസൈറ്റി മേ അഡ്മിറ്റ് എനി അതർ സൊസൈറ്റി ആസ് എ ഡാഷ് മെമ്പർ. ഉത്തരം നോമിനൽ മെമ്പർ. ഹോസ്പിറ്റൽ സൊസൈറ്റികൾക്ക് മറ്റ് സൊസൈറ്റികളെ നോമിനൽ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ കഴിയും. അക്കോർഡിംഗ് ടു സെക്ഷൻ 26, ലയബിലിറ്റി ഓഫ് ഡിസീസ്ഡ് മെമ്പർ ഷാൾ കണ്ടിന്യൂ ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ഇയേഴ്സ്.
According to Section 26, liability of deceased member shall continue for a period of years. ഉത്തരം 3 years. ഡിസീസ്ഡ് മെമ്പറുടെ ലയബിലിറ്റി KCS അമെൻമെൻറ്റ് ആക്ട് 2023 പ്രകാരം 3 വർഷത്തേക്കാണ് നിലനിൽക്കുന്നത്. വിച്ച് റൂൾ ഡീൽസ് വിത്ത് ഷെയർസ് നോട്ട് ടു ബി ഹൈപ്പോത്തിക്കേറ്റഡ് ടു ദ സൊസൈറ്റി? വിച്ച് റൂൾ ഡീൽസ് വിത്ത് ഷെയർസ് നോട്ട് ടു ബി ഹൈപ്പോത്തിക്കേറ്റഡ് ടു ദ സൊസൈറ്റി? ഉത്തരം റൂൾ 22. റൂൾ 22 അനുസരിച്ച് ഷെയർസ് ആ സൊസൈറ്റിയിലും മറ്റ് സൊസൈറ്റിയിലും ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യാൻ പാടില്ല. അടുത്ത ചോദ്യം, ജനറൽ ബോഡി മസ്റ്റ് ബി ഹെൽഡ് അറ്റ്ലീസ്റ്റ് ഡാഷ് ഇൻ എവറി ഇയർ. ജനറൽ ബോഡി മസ്റ്റ് ബി ഹെൽഡ് അറ്റ്ലീസ്റ്റ് ഡാഷ് ഇൻ എവറി ഇയർ. ഉത്തരം അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജനറൽ ബോഡി ഹെൽഡ് ചെയ്യണം. ജനറൽ ബോഡിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 27. 27 പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സുപ്രീം അതോറിറ്റി ജനറൽ ബോഡിയാണ് എന്നാണ്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് എ സോൾ അതോറിറ്റി ടു സൂപ്പർസീഡ് ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി. ഡാഷ് ഈസ് എ സോൾ അതോറിറ്റി ടു സൂപ്പർസീഡ് ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി. ഉത്തരം രജിസ്ട്രാർ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനും അതുപോലെ സൂപ്പർസീഡ് ചെയ്യാനുമുള്ള അധികാരം രജിസ്ട്രാർക്ക് മാത്രമാണ്. സൂപ്പർ സെഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 32 സെക്ഷൻ 32 സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റിയെക്കുറിച്ച് പറയുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ഷാൽ ബി ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ഷാൽ ബി ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്. ഉത്തരം സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 28B റൂൾ 35B സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഇതിൽ പരമാവധി 3 അംഗങ്ങൾ ഉണ്ടായിരിക്കും. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ 2023 അമെൻമെൻറ്റ് ആക്ട് പ്രകാരം സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റാണ്. ബാക്കി 2 ആൾക്കാർ അഡീഷണൽ രജിസ്ട്രാർമാരാണ്. അങ്ങനെ പരമാവധി 3 അംഗങ്ങളാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ ഉള്ളത്. റൂൾ 51A ഡീൽസ് വിത്ത്. റൂൾ 51A ഡീൽസ് വിത്ത്. ഉത്തരം പ്രൊസീജിയർ ഫോർ ഗഹാൻ. ഗഹാൻ്റെ പ്രൊസീജിയറാണ് റൂൾ 51A പറയുന്നത്. ഗഹാനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 36A. ഗഹാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1984. ഗഹാൻ ക്രെഡിറ്റ് സൊസൈറ്റീസിന് കൂടി ആപ്ലിക്കബിൾ ആയത് 2004. ക്രിയേഷൻ ഓഫ് ഗഹാൻ കൊടുക്കുന്ന ഫോം നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം 8A. ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയേഷൻ ഓഫ് ഗഹാൻ കൊടുക്കുന്ന ഫോം നമ്പർ 8A. ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് വാസ് പാസ്ഡ് ഇൻ. The Kerala State Cooperative Agricultural and Rural Development Bank Act was passed in. ഉത്തരം 1984. 1984 ജൂലൈ 30 കേസ്കാഡ് ബാങ്ക് ആക്ട് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, ഇൻ കേരള ദ ഫസ്റ്റ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പയിൻ വാസ് കണ്ടക്റ്റഡ് ഇൻ ദ ഇയർ. ഇൻ കേരള ദ ഫസ്റ്റ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പയിൻ വാസ് കണ്ടക്റ്റഡ് ഇൻ ദ ഇയർ. ഉത്തരം 1976. 1976 കേരളത്തിൽ ആദ്യമായി ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പയിൻ, അതായത് നിക്ഷേപ സമാഹരണ യജ്ഞം കണ്ടക്ട് ചെയ്തത്. ഈ സമയത്ത് കോർപ്പറേഷൻ മിനിസ്റ്റർ ആയിരുന്നു ബേബി ജോൺ. സെക്ഷൻ 45 ഓഫ് KCS ആക്ട് 1969 ഡീൽസ് വിത്ത്. സെക്ഷൻ 45 ഓഫ് KCS ആക്ട് 1969 ഡീൽസ് വിത്ത്. ഉത്തരം സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. സെക്ഷൻ 44 പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ചും സെക്ഷൻ 45 സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പം സെക്ഷൻ 45 ഡീൽസ് വിത്ത് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ് ഡീൽസ് ഇൻ വിച്ച് സെക്ഷൻ. ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ് ഡീൽസ് ഇൻ വിച്ച് സെക്ഷൻ. ഉത്തരം 42. സൊസൈറ്റികളിൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 42. ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 43.
അപ്പോൾ 42 ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ്, 43 ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്, 44 പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, 45 സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. No part of funds other than the dash of a society shall be paid by way of bonus or dividend. No part of funds other than the dash of a society shall be paid by way of bonus or dividend. ഉത്തരം നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് അല്ലാതെ മറ്റൊരു ഫണ്ടും ബോണസ് ആയിട്ടോ ഡിവിഡൻഡ് ആയിട്ടോ ഷെയർ ചെയ്യാൻ പാടില്ല, മെമ്പേഴ്സിന് കൊടുക്കാൻ പാടില്ല. ഇത് പറയുന്നത് സെക്ഷൻ 55-ലാണ്. Section 55 deals with the funds not to be divided. How much percentage of net profit shall be transferred to cooperative member relief fund? How much percentage of net profit shall be transferred to cooperative member relief fund? ഉത്തരം 10%. നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്ന മാക്സിമം എമൗണ്ട് 1 ലക്ഷം രൂപയാണ്. മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്ന് ഒരു മെമ്പർക്ക് കിട്ടാവുന്ന മാക്സിമം അസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഉത്തരം 50,000 രൂപയാണ്. മെമ്പർ റിലീഫ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൈകാര്യം ചെയ്യുന്നതും ആരാണ്? രജിസ്ട്രാറാണ്. എന്നാൽ ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ചാണ് രജിസ്ട്രാർ ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. ആ കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണുള്ളത്. The member relief fund shall be utilized as per the direction of a committee consisting of 3 members. 3 members ആരൊക്കെയാണ് ചോദിച്ചാൽ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ, സെക്രട്ടറി ഓഫ് ഗവൺമെൻറ് ആൻഡ് രജിസ്ട്രാർ. ഈ 3 പേരടങ്ങുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ചാണ് മെമ്പർ റിലീഫ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. മെമ്പർ റിലീഫ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന റൂൾ 53A ആണ്. റൂൾ 53-ൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ചും 53A-ൽ മെമ്പർ റിലീഫ് ഫണ്ടിനെ കുറിച്ചും പറയുന്നു. Vigilance officer is under the control of ഉത്തരം രജിസ്ട്രാർ. വിജിലൻസ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്, എന്നാൽ രജിസ്ട്രാറുടെ കൺട്രോളിലാണ്. രജിസ്ട്രാർ റെഫർ ചെയ്ത് കൊടുക്കുന്ന കേസുകളാണ് വിജിലൻസ് ഓഫീസർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. വിജിലൻസ് ഓഫീസറെ കുറിച്ച് പറയുന്ന സെക്ഷൻ 68A ആണ്. റൂൾ 66A. Special General Body meeting is held as per section dash of KCS Act. Special General Body meeting is held as per section dash of KCS Act. ഉത്തരം 30. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുന്നത് സെക്ഷൻ 30 പ്രകാരമാണ്. ജനറൽ ബോഡിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 27. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ആണെങ്കിൽ 27(2) 29-ൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് പറയുന്നത്. 30-ൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നു. ഫസ്റ്റ് DCA ഓഫ് കേരള. ഉത്തരം KG രാജു. കേരളത്തിൻ്റെ ആദ്യത്തെ DCA ആണ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് KG രാജു. 2000 ജനുവരി 1-നാണ് ഗവൺമെൻറ് ഫസ്റ്റ് DCAനെ അപ്പോയിൻറ്റ് ചെയ്തത്. വിച്ച് സെക്ഷൻ ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഇൻക്വയറി? വിച്ച് സെക്ഷൻ ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഇൻക്വയറി? ഉത്തരം സെക്ഷൻ 65. രജിസ്ട്രാർ നടത്തുന്ന ഇൻക്വയറിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 65. സെക്ഷൻ 65 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓഫീസറെയാണ് ഇൻക്വയറി ഓഫീസർ എന്ന് പറയുന്നത്. ഇൻക്വയറി ഓഫീസർ ഇൻക്വയറി കംപ്ലീറ്റ് ചെയ്യേണ്ടത് KCS അമെൻമെൻറ്റ് ആക്ട് 2023 പ്രകാരം 4 മാസത്തിനുള്ളിലാണ്. നേരത്തെ 6 മാസമായിരുന്നു. എന്നാൽ 4 മാസത്തിനുള്ളിലാണ് 65 പ്രകാരമുള്ള ഇൻക്വയറി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. രജിസ്ട്രാർക്ക് 1 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്തു കൊടുക്കാൻ കഴിയും. മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആണ്. അടുത്ത ചോദ്യം, ഓൾ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആർ ടു ബി ഫയൽഡ് ബിഫോർ. ഓൾ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആർ ടു ബി ഫയൽഡ് ബിഫോർ. ഉത്തരം രജിസ്ട്രാർ. എല്ലാ മോണിറ്ററി ഡിസ്പ്യൂട്ടും ഫയൽ ചെയ്യേണ്ടത് രജിസ്ട്രാറുടെ മുമ്പിലാണ്. എന്നാൽ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് കൈകാര്യം ചെയ്യുന്ന ആരാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ഡിസ്പ്യൂട്ട്സ് arise in connection with the election of board of management are settled within dash from the date of election. Disputes arise in connection with the election of board of management are settled within dash from the date of election.
ഉത്തരം 1 മന്ത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് ഇലക്ഷൻ കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ പരിഹരിക്കണം. നോൺ മോണിറ്ററി ഇഷ്യൂ ആണത്. ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടാണ്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഹാൻഡിൽ ചെയ്യുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ഉത്തരം തിരുവനന്തപുരം. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 70A ആണ്. 2 കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്, തിരുവനന്തപുരത്തും കോഴിക്കോടും. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഹെഡ് പ്രിസൈഡിംഗ് ഓഫീസറാണ്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പുതിയ ആക്ട് അനുസരിച്ച് മുനിസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ജുഡീഷ്യൽ സർവീസ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? മുനിസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ജുഡീഷ്യൽ സർവീസ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ? വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ? ഉത്തരം സെക്ഷൻ 69A. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്നത് 2010 കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ സെക്രട്ടറി ഡെപ്യൂട്ടി രജിസ്ട്രാറിൻ്റെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് 3 years or 65 years വിച്ച് എവർ ഈസ് ഏർലിയർ. ഒന്നുകിൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഏതാണോ ആദ്യമാവുന്നത് അതാണ്. The competent authority under the Act to dissolve the society is. The competent authority under the Act to dissolve the society is. ഉത്തരം രജിസ്ട്രാർ. സൊസൈറ്റി ഡിസോൾവ് ചെയ്യുന്നതിനുള്ള കോമ്പീറ്റൻറ്റ് അതോറിറ്റി ആരാണ്? രജിസ്ട്രാറാണ്. സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു കൊടുക്കുന്നതിനും വൈൻഡിങ് അപ്പ് ഓർഡർ ഇടുന്നതിനുമുള്ള അധികാരം രജിസ്ട്രാർക്ക് മാത്രമാണുള്ളത്. വൈൻഡിങ് അപ്പിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 71 ഹൂ ഷാൽ മെയിൻറ്റെയിൻ കോമൺ ലിക്വിഡേഷൻ ഫണ്ട്? ഹൂ ഷാൽ മെയിൻറ്റെയിൻ കോമൺ ലിക്വിഡേഷൻ ഫണ്ട്? ഉത്തരം അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ. കോമൺ ലിക്വിഡേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? അസിസ്റ്റൻറ്റ് രജിസ്ട്രാറാണ്. ഇത് റൂൾ 69(10) കോമൺ ലിക്വിഡേഷൻ ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ലിക്വിഡേറ്റർ ഷാൽ ബി നോട്ടിഫൈഡ് ബൈ ദ രജിസ്ട്രാർ ഇൻ. ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ലിക്വിഡേറ്റർ ഷാൽ ബി നോട്ടിഫൈഡ് ബൈ ദ രജിസ്ട്രാർ ഇൻ. ഉത്തരം ദ ഒഫീഷ്യൽ ഗസറ്റ്. ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ലിക്വിഡേറ്ററിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 72. ലിക്വിഡേറ്ററിൻ്റെ പവേഴ്സിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 73 അപ്പം ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ലിക്വിഡേറ്റർ ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 2 വർഷത്തിനുള്ളിലാണ്. ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്ത് 2 വർഷത്തിനുള്ളിൽ ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം. മെഡിക്കൽ എയ്ഡ് ടു കോപ്പറേറ്റീവ് എംപ്ലോയീസ് ആർ അണ്ടർ. മെഡിക്കൽ എയ്ഡ് ടു കോപ്പറേറ്റീവ് എംപ്ലോയീസ് ആർ അണ്ടർ. ഉത്തരം റൂൾ 191. 191 മെഡിക്കൽ എയ്ഡിനെ കുറിച്ച് പറയുന്നത്. റൂൾ 190 ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലീവ് റൂൾസ് ആണ്. റൂൾ 190 ഡീൽസ് വിത്ത് ലീവ് റൂൾസ്. റൂൾ 191 ഡീൽസ് വിത്ത് മെഡിക്കൽ എയ്ഡ്. റൂൾ 198 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത്. റൂൾ 198 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഡിസിപ്ലിനറി ആക്ഷൻ. റൂൾ 198 പറയുന്നത് ഡിസിപ്ലിനറി ആക്ഷനെ കുറിച്ചാണ്. ഡിസിപ്ലിനറി ആക്ഷൻ എഗെയിൻസ്റ്റ് അപ്പീൽ കൊടുക്കണമെങ്കിൽ 90 ദിവസത്തിനുള്ളിലാണ് കൊടുക്കേണ്ടത്. 90 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കേണ്ട ഒരു കേസ് മാത്രമേ വരുന്നുള്ളൂ. അത് റൂൾ 198 പ്രകാരമുള്ള ഡിസിപ്ലിനറി ആക്ഷൻ എഗെയിൻസ്റ്റ് അപ്പീൽ കൊടുക്കേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. റൂൾ ഫോർ റിമൂവൽ ഓഫ് ചെയർമാൻ ഓഫ് CCU ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ. റൂൾ ഫോർ റിമൂവൽ ഓഫ് ചെയർമാൻ ഓഫ് CCU സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ. ഉത്തരം റൂൾ 144A. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ നോൺ കോൺഫിഡൻസ് മോഷനിലൂടെയുള്ള ചെയർമാൻ്റെ റിമൂവലിനെ കുറിച്ച് പറയുന്നത് റൂൾ 144A. റൂൾ 144 പറയുന്നത് എന്താണ്? ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ ഓഫീസ് ബെയറേഴ്സ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഓഫീസ് ബെയറേഴ്സിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ആണ് റൂൾ 144 പറയുന്നത്. 144A റിമൂവൽ ഓഫ് ചെയർമാൻ ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ.
The constitution of tribunal by the government is done under the constitution of tribunal by the government is done under ഉത്തരം സെക്ഷൻ 81. ട്രിബ്യൂണലിനെ ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 81. സെക്ഷൻ 81 ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നത്. The resolution for amendment of bylaws shall be sent to the registrar within. The resolution for amendment of bylaws shall be sent to the registrar within. ഉത്തരം 1 month. ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള റെസൊല്യൂഷൻ ജനറൽ ബോഡിയിൽ പാസ്സാക്കിയാൽ ആ റെസൊല്യൂഷൻ പാസ്സായ ഡേറ്റ് മുതൽ 1 മാസത്തിനുള്ളിലാണ് രജിസ്ട്രാർക്ക് റെസൊല്യൂഷൻ്റെ കോപ്പിയും ആപ്ലിക്കേഷനും ഒക്കെ കൊടുക്കേണ്ടത്. The resolution for amendment of bylaws shall be sent to the registrar within 1 month. An appeal to the cooperative tribunal shall be preferred within. An appeal to the cooperative tribunal shall be preferred within. ഉത്തരം 60 days. ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കേണ്ടത് ഓർഡർ വന്നു കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിലാണ്. അതായത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ അവാർഡിന് എഗെയിൻസ്റ്റ്, രജിസ്ട്രാറുടെ ഓർഡറിന് എഗെയിൻസ്റ്റ്, ആർബിട്രേറ്ററുടെ ഓർഡറിന് എഗെയിൻസ്റ്റ് ഒക്കെയാണ് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്നത്. ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കേണ്ടത് 60 ദിവസത്തിനുള്ളിലാണ്. ട്രിബ്യൂണൽ അതിനൊരു പരിഹാരം കാണേണ്ടത് 6 മാസത്തിനുള്ളിലാണ്. ശ്രദ്ധിക്കണം, ട്രിബ്യൂണലിന് ഒരു അപ്പീലിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടിയാൽ ട്രിബ്യൂണൽ പരിഹാരം കാണേണ്ടത് 6 മാസത്തിനുള്ളിലാണ്. ഇനി പരിഹാരം കണ്ടു കഴിഞ്ഞാൽ അത് 15 ദിവസത്തിനുള്ളിൽ കൺസേൺ പാർട്ടിയെ അറിയിക്കുകയും വേണം. The petition for review of orders of tribunal shall be made within. The petition for review of orders of tribunal shall be made within. ഉത്തരം 90 days. ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്ന കേസാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ട്രിബ്യൂണലിന് റിവ്യൂവിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ട്രിബ്യൂണലിൻ്റെ തന്നെ ഓർഡർ പുനഃപരിശോധനയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ഓർഡർ വന്നു കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. പെറ്റീഷൻ ഫോർ റിവ്യൂ ഓഫ് ഓർഡേഴ്സ് ഓഫ് ട്രിബ്യൂണൽ ഷാൽ ബി മെയ്ഡ് വിത്തിൻ 90 days. അടുത്ത ചോദ്യം, ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് നരേറ്റഡ് ഇൻ. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് നരേറ്റഡ് ഇൻ റൂൾ 44. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നത് റൂൾ 44 ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് നരേറ്റഡ് ഇൻ റൂൾ 44. Powers and functions of the CSEB is dealt in KCS Act. Powers and functions of CSEB is dealt in KCS Act. ഉത്തരം റൂൾ 182A. റൂൾ 182A CSEB കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് പറയുന്നത്. റൂൾ 182B ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. CSEB മെമ്പേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റിനുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് റൂൾ 182B പറയുന്നത്. 182C മീറ്റിംഗ് ഓഫ് ദ ബോർഡ്, 182D ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ദ ബോർഡ്. റൂൾ 182A മുതൽ 182D വരെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. CSEBനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 80B. അടുത്ത ചോദ്യം, ഇലക്ഷൻ ടു റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഈസ് മെൻഷൻഡ് ഇൻ റൂൾ. ഇലക്ഷൻ ടു റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഈസ് മെൻഷൻഡ് ഇൻ റൂൾ. ഉത്തരം റൂൾ 34A. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ ഇലക്ഷനെ കുറിച്ച് പറയുന്നത് റൂൾ 34A. റൂൾ 34 റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നത്. 34A റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ ഇലക്ഷനെ കുറിച്ച് പറയുന്നു. സ്പെഷ്യൽ ജനറൽ ബോഡിനെ കുറിച്ച് പറയുന്ന റൂൾ ഏതാണ്? റൂൾ 36. ഒബ്ജക്റ്റ് ഓഫ് റിസർവ് ഫണ്ട് ആൻഡ് ഡിസ്പോസൽ ഈസ് മെൻഷൻഡ് ഇൻ ദ റൂൾ. ഒബ്ജക്റ്റ് ഓഫ് റിസർവ് ഫണ്ട് ആൻഡ് ഡിസ്പോസൽ ഈസ് മെൻഷൻഡ് ഇൻ ദ റൂൾ. ഉത്തരം റൂൾ 61. റൂൾ 61 ഒബ്ജക്റ്റ് ഓഫ് റിസർവ് ഫണ്ട് ആൻഡ് ഡിസ്പോസലിനെ കുറിച്ച് പറയുന്നത്. റൂൾ 60 മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഫണ്ട് പറയുന്നു. റൂൾ 60 ഡീൽസ് വിത്ത് മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഫണ്ട്. റൂൾ 61 ഡീൽസ് വിത്ത് ഒബ്ജക്റ്റ് ഓഫ് റിസർവ് ഫണ്ട് ആൻഡ് ഡിസ്പോസൽ. മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ബൈ സൊസൈറ്റീസ് ഈസ് മെൻഷൻഡ് ഇൻ ദ റൂൾ. മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ബൈ സൊസൈറ്റീസ് ഈസ് മെൻഷൻഡ് ഇൻ ദ റൂൾ. ഉത്തരം റൂൾ 63. റൂൾ 63 ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത്.
Disputes are classified in which section? Disputes are classified in which section? ഉത്തരം 69. സെക്ഷൻ 69 ഡിസ്പ്യൂട്ടിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. മോണിറ്ററി ഡിസ്പ്യൂട്ട് പരിഹരിക്കേണ്ടത് രജിസ്ട്രാർ ആണെന്നും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് പരിഹരിക്കേണ്ടത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആണെന്നും പറയുന്നത് സെക്ഷൻ 69. നോമിനേഷൻ പേപ്പർ ഫോർ ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ബി മെയ്ഡ് ഇൻ ഫോം നമ്പർ. നോമിനേഷൻ പേപ്പർ ഫോർ ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ബി മെയ്ഡ് ഇൻ ഫോം നമ്പർ. ഉത്തരം 14A. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷനിൽ നോമിനേഷൻ പേപ്പർ കൊടുക്കേണ്ടത് ഫോം നമ്പർ 14A. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ അത് 14B കൊടുക്കണം. കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡിഫൈൻഡ് ഇൻ വിച്ച് സെക്ഷൻ? കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡിഫൈൻഡ് ഇൻ വിച്ച് സെക്ഷൻ? ഉത്തരം സെക്ഷൻ 2 സബ്സെക്ഷൻ F. സെക്ഷൻ 2 ഡെഫിനിഷൻസ് പറയുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ F ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Who appoints a person to be the registrar of cooperative societies of the state? Who appoints a person to be the registrar of cooperative societies of the state? ഉത്തരം the government. ഗവൺമെൻറ് ആണ് രജിസ്ട്രാറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. രജിസ്ട്രാറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ P KCS ആക്ടിൻ്റെ സെക്ഷൻ 3 രജിസ്ട്രാറിനെ കുറിച്ച് പറയുന്നത്. രജിസ്ട്രാറുടെ റാങ്ക് എന്താണ്? രജിസ്ട്രാർ ഒരു IAS ഉദ്യോഗസ്ഥനായിരിക്കണം. രജിസ്ട്രാർ IAS ഉദ്യോഗസ്ഥനായിരിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് VL മേത്ത കമ്മിറ്റി. കേരളത്തിൻ്റെ നിലവിലെ രജിസ്ട്രാറാണ് സജിത് ബാബു IAS. ആസ് പെർ വിച്ച് സെക്ഷൻ ദ സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി? ആസ് പെർ വിച്ച് സെക്ഷൻ ദ സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി? ഉത്തരം സെക്ഷൻ 5 സബ്സെക്ഷൻ 1. സെക്ഷൻ 5 പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്യുന്നത് ലിമിറ്റഡ് ലയബിലിറ്റിയിലായിരിക്കണമെന്ന്. 5.2 പറയുന്നു ദ വേർഡ് ലിമിറ്റഡ് ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് ഇൻ എനി ഇന്ത്യൻ ലാംഗ്വേജ് ഷാൽ ബി ദ ലാസ്റ്റ് വേർഡ് ഇൻ ദ നെയിം ഓഫ് ദ സൊസൈറ്റി. ഇങ്ങനെ പറയുന്നത് സെക്ഷൻ 5.2. Registrar refuses to register amendment of bylaw of a society, he shall communicate the order of refusal together with the reason thereof within. Registrar refuses to register amendment of bylaw of a society, he shall communicate the order of refusal together with the reason thereof within. ഉത്തരം 7 days of the order. ശ്രദ്ധിക്കണം, ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് അത് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ 15 ദിവസത്തിനുള്ളിലാണ് കൺസേൺ സൊസൈറ്റിയെ അറിയിക്കേണ്ടത്. എന്നാൽ ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് അത് നിരസിക്കുകയാണെങ്കിൽ 7 ഡേയ്സിനുള്ളിലാണ് കൺസേൺ സൊസൈറ്റിയെ ആ വിവരം അറിയിക്കേണ്ടത്. ദ കോമ്പിറ്റൻറ്റ് അതോറിറ്റി ടു മേക്ക് അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. The competent authority to make amendment of bylaw of a cooperative society is. ഉത്തരം ജനറൽ ബോഡി. സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള കോമ്പിറ്റൻറ്റ് അതോറിറ്റി ആരാണ്? ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിട്ട് 2/3 മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് വേണം അമെൻമെൻറ്റിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ. ഈ അമെൻഡ് ചെയ്യേണ്ട ബൈലോയുടെ 4 കോപ്പീസ് കൂടി എൻക്ലോസ് ചെയ്യണം. അമെൻഡ് ചെയ്യുന്നതിന് ഫീസ് ഉണ്ട്, അത് 500 രൂപയാണ്. എന്നാൽ SC/ST വുമൺ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് 50 രൂപയാണ് ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ഫീസ്. വിച്ച് ഈസ് നോൺ ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സൊസൈറ്റി? വിച്ച് ഈസ് നോൺ ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സൊസൈറ്റി? ഉത്തരം ബൈലോ. ഒരു സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആ സൊസൈറ്റിയുടെ ബൈലോയാണ്. Registrar to keep a record of names, address and bylaws of societies as per rule. Registrar to keep a record of names, address and bylaws of societies as per rule. ഉത്തരം റൂൾ 11. റൂൾ 11 അനുസരിച്ച് രജിസ്ട്രാർ ഏതൊരു സൊസൈറ്റിയുടെയും അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ സൊസൈറ്റികളുടെ നെയിം, അഡ്രസ്സ്, ബൈലോസ് ഒക്കെ റെക്കോർഡ് ചെയ്യണം. റൂൾ 127 ഡീൽസ് വിത്ത്. റൂൾ 127 ഡീൽസ് വിത്ത്. ഉത്തരം സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. KCS ആക്ടിൻ്റെ സെക്ഷൻ 88 സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെക്കുറിച്ചും 89 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെക്കുറിച്ചും പറയുന്നു. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെക്കുറിച്ച് പറയുന്ന റൂളാണ് 127. 126 പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സർക്കിൾസ് ആണ്.
സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ജൂരിസ്ഡിക്ഷൻ ഒരു താലൂക്കാണ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് രജിസ്ട്രാറാണ്. No auditor or auditing firms or team of auditors shall be entrusted with the audit of a cooperative society for more than dash. No auditor or auditing firms or team of auditors shall be entrusted with the audit of a cooperative society for more than dash. ഉത്തരം 2 consecutive audits. തുടർച്ചയായ 2-ൽ കൂടുതൽ ഓഡിറ്റുകൾ ഒരേ ഓഡിറ്റർ അല്ലെങ്കിൽ ഒരേ ഓഡിറ്റിംഗ് ഫേംസ് അല്ലെങ്കിൽ ഒരേ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ചെയ്യാൻ പാടില്ല. നോ ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേംസ് ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഷാൽ ബി എൻട്രസ്റ്റഡ് വിത്ത് ദ ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ മോർ ദാൻ 2 consecutive ഓഡിറ്റ്. മെമ്പർഷിപ്പ് ഇൻ ദ കേസ് ഓഫ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് അലൗഡ് ഹു ഹാസ് നോട്ട് അറ്റൈൻ ദ ഏജ് ഓഫ് ഡാഷ്. Membership in the case of youth cooperative societies is allowed who has not attained the age of ഉത്തരം 45 years. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാനുള്ള പ്രായപരിധി 45 വയസ്സാണ്. സെക്ഷൻ 16(i)(a)യിലാണ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത്. ഓൾറെഡി ഉള്ള ഒരു മെമ്പർ ആണെങ്കിൽ 45 വയസ്സ് കഴിഞ്ഞാൽ അവർ പിന്നെ നോമിനൽ മെമ്പർ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറായിട്ട് മാറും. Quorum of general body meeting in the case of amalgamation and division of societies. Quorum of general body meeting in the case of amalgamation and division of societies. ഉത്തരം സിമ്പിൾ മെജോറിറ്റി. ശ്രദ്ധിക്കണം, 2023 അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ചാണ് ഇത് സിമ്പിൾ മെജോറിറ്റി ആയത്. നേരത്തെ 2/3 മെജോറിറ്റി ആയിരുന്നു. Quorum of general body meeting in the case of amalgamation and division of society സിമ്പിൾ മെജോറിറ്റിയാണ് വേണ്ടത്. അതുപോലെ ഒരു സൊസൈറ്റിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും സിമ്പിൾ മെജോറിറ്റി മതി എന്ന് ഭേദഗതി ചെയ്തിട്ടുണ്ട്. നേരത്തെ ആ കേസും 2/3 മെജോറിറ്റി വേണമായിരുന്നു. മാക്സിമം പീരീഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ. മാക്സിമം പീരീഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഉത്തരം 1 year. നോർമൽ ആയിട്ടുള്ള കാലാവധി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്ററുടെ നോർമൽ കാലാവധി 6 മാസമാണ്. 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ രജിസ്ട്രാർക്ക് കഴിയും. മാക്സിമം പീരീഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് 1 year ആണ്. സെക്രട്ടറി ഓഫ് കോപ്പറേറ്റീവ് എംപ്ലോയി വെൽഫെയർ ബോർഡ്. സെക്രട്ടറി ഓഫ് കോപ്പറേറ്റീവ് എംപ്ലോയി വെൽഫെയർ ബോർഡ് ഉത്തരം അഡീഷണൽ രജിസ്ട്രാർ. കോപ്പറേറ്റീവ് എംപ്ലോയി വെൽഫെയർ ബോർഡിൻ്റെ സെക്രട്ടറി അഡീഷണൽ രജിസ്ട്രാറാണ്. കോപ്പറേറ്റീവ് എംപ്ലോയി വെൽഫെയർ ബോർഡിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 80D ആണ്. അഡീഷണൽ രജിസ്ട്രാർ സെക്രട്ടറി ആയിട്ട് വരുന്ന മറ്റ് കേസുകൾ ഏതൊക്കെയാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറിയും അഡീഷണൽ രജിസ്ട്രാറാണ്. അതുപോലെ പെൻഷൻ ബോർഡിൻ്റെ സെക്രട്ടറിയും അഡീഷണൽ രജിസ്ട്രാറാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെയും പെൻഷൻ ബോർഡിൻ്റെയും കോപ്പറേറ്റീവ് എംപ്ലോയി വെൽഫെയർ ബോർഡിൻ്റെയും സെക്രട്ടറി അഡീഷണൽ രജിസ്ട്രാറാണ്. ഇത് കൂടാതെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ കൂടാതെ 2 കമ്മീഷണേഴ്സ് കൂടിയുണ്ട്. അവരുടെ റാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും അഡീഷണൽ രജിസ്ട്രാറാണ്. ടേം ഓഫ് ഓഫീസ് ഓഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ടേം ഓഫ് ഓഫീസ് ഓഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം 5 years or 62 years whichever is earlier. 5 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് ഏതാണോ ആദ്യമാകുന്നത് അതാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി. CSCB ചെയർമാൻ്റെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ അത് 5 വർഷവും 68 വയസ്സുമാണ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെത് 3 വർഷവും 65 വയസ്സുമാണ്. ചോദ്യം ഇതായിരുന്നു, കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് ഏതാണോ ആദ്യമാവുന്നത് അതാണ്. ടേം ഓഫ് ഓഫീസ് ഓഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് 5 years or 62 years whichever is earlier. കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്രട്ടറി ആരാണ്? അത് ജോയിൻ്റ് രജിസ്ട്രാറാണ്. കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്രട്ടറി ജോയിൻ്റ് രജിസ്ട്രാറാണ്. ജോയിൻ്റ് രജിസ്ട്രാർ സെക്രട്ടറി ആയിട്ട് വരുന്ന മറ്റ് 2 കേസുകളാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്, കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ഈ 2ൻ്റെയും സെക്രട്ടറിയും ജോയിൻ്റ് രജിസ്ട്രാറാണ്. അപ്പം ജോയിൻ്റ് രജിസ്ട്രാർ സെക്രട്ടറി ആയിട്ട് വരുന്ന 3 കേസുകളാണ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ, കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്, കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം.
മാക്സിമം അഫിലിയേഷൻ ഫീസ് ഫോർ എ സൊസൈറ്റി. മാക്സിമം അഫിലിയേഷൻ ഫീസ് ഫോർ എ സൊസൈറ്റി. ഉത്തരം 2000. അഫിലിയേഷൻ ഫീസിൻ്റെ മാക്സിമം എത്രയാണ്? 2000 ആണ്. മിനിമം 100 രൂപയാണ്. മാക്സിമം ഓഡിറ്റ് ഫീസ് പേയബിൾ ബൈ എ സൊസൈറ്റി. മാക്സിമം ഓഡിറ്റ് ഫീസ് പേയബിൾ ബൈ എ സൊസൈറ്റി. ഉത്തരം 1 lakh. മാക്സിമം ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. മാക്സിമം മെമ്പർ റിലീഫ് ഫണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതും 1,00,000 രൂപയാണ്. മാക്സിമം എഡ്യൂക്കേഷൻ ഫണ്ട് 60,000 രൂപയാണ്. ഫീ ഫോർ ഫയലിംഗ് ഇലക്ഷൻ ഡിസ്പ്യൂട്ട്. ഫീ ഫോർ ഫയലിംഗ് ഇലക്ഷൻ ഡിസ്പ്യൂട്ട്. ഉത്തരം 5,000. ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നതിന് കൊടുക്കേണ്ട ഫീസ് എത്രയാണ്? 5,000 രൂപയാണ്. ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ഒരു നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടാണ്. അത് ഫയൽ ചെയ്യേണ്ടത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ മുമ്പാകെയാണ്. കോപ്പറേറ്റീവ് ലോയിൽ നിന്നുള്ള 75 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ എക്സാമുകൾക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും CSEB എക്സാം എന്ന പേരുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.